ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ജ്വല്ലറി സെറ്റായിട്ടാണ്. ഇതിൽ ബ്രേസ്ലെറ്റ്, വള, മാല, കമ്മൽ, ഹെയർ ബാൻഡ്, മോതിരമൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ബീഡ്സ് വർക്ക് പഠിക്കുന്നവർക്കും സ്കൂൾ മേളകളിൽ ബീഡ്സ് വർക്കിന് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ ഐറ്റം ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിലെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതൊന്ന് നോക്കാം. ഇതുപോലെ മത്സരങ്ങൾക്ക് പോകുമ്പോൾ ഇതുപോലെ സെറ്റാക്കി വെച്ചിരിക്കണം. എന്നാലേ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് അണിയാൻ പറ്റിയ എല്ലാ ആഭരണങ്ങളും ഉണ്ടാക്കണം. ഇതിലും ഏകദേശം എല്ലാ ആഭരണങ്ങളും വന്നിട്ടുണ്ട്. 3 മണിക്കൂർ സമയം കിട്ടും. ആ സമയത്തിനുള്ളിൽ അത് ചെയ്ത് തീർക്കാം. എക്സ്ട്രാ ഇനി നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇതിൽ പാദസരമൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസാണ് ഇതിലുള്ളത്. നമ്മൾ ഓൾറെഡി എല്ലാതും പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ വേഗം കൃത്യസമയത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. സെൻറ്ററിലൊരു പേൾ ബീഡ് വെച്ചിട്ട് ഇതിനാവശ്യമായ ബീഡ്സൊക്കെയാണ് ഇത്. ചെറിയ ഗോൾഡൻ ബീഡ്, കുറച്ച് വലിയ ബീഡ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വയർ എടുത്തിട്ടുണ്ട്. 2 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. വയറ് 1/4 മീറ്റർ നീളത്തിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റോൺ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ്. അതിൻ്റെ സ്റ്റോൺ ബീഡിൻ്റെ 2 സൈഡിലും ഹോളുണ്ട്. വലിയ സ്റ്റോൺ ബീഡാണ്. ഇങ്ങനെ ബ്ലൂ കളറ് മുത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം ഗോൾഡൻ ബീഡാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ബ്ലൂ ഇട്ടിട്ടുണ്ട്. പിന്നെയും ഗോൾഡൻ കളറ്, പിന്നെ അതിനെ ലോക്ക് ചെയ്യുന്ന രീതിയിലൊരു ഗോൾഡൻ കളർ മുത്തിടുകയാണ് വേണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം ഒരു ഗോൾഡൻ കളർ ബീഡ്, പിന്നെ ഒരു ബ്ലൂ കളറ്, പിന്നെയും ഗോൾഡന്, പിന്നെ ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഗോൾഡന്. 2 സൈഡിലും 2 ബീഡ് ഇട്ട് കൊടുക്കുക. വീണ്ടും 2 സൈഡിലും ബീഡ്, പിന്നെയാണ് ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ബീഡ് വേണ്ടത്. ഇതേ ഒരു രീതിക്ക് തന്നെ തുടർന്ന് പോകും. വളരെ എളുപ്പമാണ് ചെയ്യാൻ. ആദ്യം ബ്ലൂ കളർ ബീഡ് ഇട്ട് കൊടുത്തു. ശേഷം ഗോൾഡൻ കളർ ബീഡ് 2 സൈഡിലും, പിന്നെ ലോക്ക് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള ഒരു ഗോൾഡൻ കളർ ബീഡ് ഇട്ട് കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ ചെയ്യേണ്ടത്. ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട ഫിഷ് ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ഫിഷ് ഹുക്ക് കെട്ടിക്കൊടുക്കുക, നല്ലപോലെ കെട്ടിക്കൊടുക്കുക. നല്ലൊരു ത്രെഡാണിത്. ജ്വല്ലറി വർക്കിനൊക്കെ പറ്റിയൊരു ത്രെഡാണിത്. ഫിഷ് ഹുക്ക് ഇട്ടതിന് ശേഷം പ്ലെയർ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. പ്ലെയർ എപ്പോഴും ഉപകാരമുള്ള സാധനമാണ്. അവസാനം വരുന്ന ഭാഗം വേണമെങ്കിൽ കരിയിച്ച് കളയാം. അതുപോലെ തന്നെ മറുവശം ഇതുപോലെ തന്നെ കെട്ടിയെടുക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും അതിൻ്റെ റിങ് ഇട്ട് കൊടുക്കണം. ഫിഷ് ഹുക്കിന് കൊളുത്താനുള്ള റിങ്സ് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ പേൾ ബീഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ മുത്ത് കോർത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അതും കൂടി ചെയ്യാം. അത് അടുത്ത വീഡിയോ മാല കാണിക്കും. അപ്പോൾ ഞാൻ അതിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് വീഡിയോ മിസ്സായി പോയതാണ്. ഇതിൻ്റെ കൂടെ റിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. റിങ്ങും വളരെ എളുപ്പമാണ്. വയറെടുക്കുക. ഫ്ലെക്സിബിളായിട്ടുള്ള വയറാണ് റിങ്ങിനൊക്കെ നല്ലത്. റിങ് എടുത്തിട്ട് ഇതുപോലെ ചെയ്യാണ് വേണ്ടത്. മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് ബ്രേസ്ലെറ്റിന് വേണ്ടി ചെയ്ത അതേ രീതി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ബീഡിന് കുറച്ച് ചെറിയ ബീഡാണ് ഇതിനെടുത്തത് എന്നുള്ളൂ. ബ്രേസ്ലെറ്റിന് കുറച്ച് വലിയ ബ്ലൂ കളർ ബീഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് ചെറിയ സ്കൈ ബ്ലൂ കളറുള്ള ബീഡാണ് മോതിരത്തിന് എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഒന്ന് കരിയിച്ച് കളയണം.
ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.